Hi guys, I'm Vinitha Sunil and you are watching Vinny's Max. ഇന്ന് നമ്മൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി അതായത് ഈസി ട്രിക്ക് ഒന്ന് കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ 10th, 11th, 12th ക്ലാസ്സുകളിൽ ബോർഡ് എക്സാമിന് പ്രീവിയസ് ഇയേഴ്സ് ആസ്ക് ചെയ്ത ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് എപ്പോഴും ആവർത്തിച്ച് വരുന്ന ചില ചോദ്യങ്ങളുണ്ട് ഓരോരോ പാഠത്തു നിന്നും. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇപ്പോൾ അതിലേക്കൊന്ന് മാറുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പെർട്ടിക്കുലർ ക്ലാസ്സിൻ്റെ ഒക്കെ ഫസ്റ്റ് ലെസൺ നമുക്ക് തുടങ്ങാം ആദ്യം. പിന്നെ അതിലിടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഈസി ട്രിക്സ് ഇടും. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് വ്യൂ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം അവർ 10th പഠിക്കുന്ന കുട്ടികളുണ്ടാവും, 12th ഉണ്ടാവും, +1 ഒക്കെ കാറ്റഗറീസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ഈ ട്രിക്സും ഈ ക്വസ്റ്റ്യൻസും എല്ലാം ഒക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം നമുക്ക് ഒന്ന് ഇന്നത്തെ ക്ലാസ്സായ 11th സെറ്റ്സ് എന്ന പാഠത്തിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പ്രീവിയസ് ഇയേഴ്സ് ആസ്ഡ് ക്വസ്റ്റ്യൻ, അതായത് എപ്പോഴും ചോദിക്കുന്ന ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പം നമുക്കൊന്ന് സെറ്റ്സ് എന്ന ഈ ഒരു ടോപ്പിക്കിലേക്ക് നമുക്കൊന്ന് കിടക്കാം അല്ലേ. അപ്പം നമുക്കൊന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. A is equal to set x such that x is a natural number less than 8. അതിൽ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഇൻ റോസ്റ്റർ ഫോം. സെക്കൻഡ് ക്വസ്റ്റ്യൻ റൈറ്റ് എ സബ്സെറ്റ് ഓഫ് എ കണ്ടെയ്നിങ് ഓൾ ഈവൺ നമ്പേഴ്സ് ഇൻ എ. തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് നോട്ട് ബി ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ദ പവർ സെറ്റ് ഓഫ് എ സെറ്റ്. അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇപ്പം വായിക്കുന്നത്. അത് തന്നെ ആ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: 2, 8, 10, 16. ഓക്കെ, അപ്പോൾ അതിന്ന് ഏതാണ് ഇതിലില്ലാത്തത് എന്ന് മാത്രം പിക്ക് ചെയ്ത് എഴുതാനാണ്. അപ്പം നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരാം അല്ലേ. അപ്പം സെറ്റ് എന്താ എന്ന് മക്കൾക്ക് എല്ലാവർക്കും അറിയല്ലോ. സെറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം സെറ്റ് എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് എക്സാമ്പിൾസ് ഒക്കെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഇപ്പം നിങ്ങളെ ക്ലാസ്സിലെ ടീച്ചേഴ്സും അതുപോലെ വിക്ടേഴ്സ് ചാനലും ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻസ് എല്ലാം തരാറുണ്ട്. അപ്പം സെറ്റ് എന്ന് പറയുന്നതിലേക്ക് ഞാൻ കൂടുതലായിട്ടൊന്നും ഇറങ്ങുന്നില്ല. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ റോസ്റ്റർ ഫോം ആണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റോസ്റ്റർ ഫോം എന്താ എന്ന് അറിയാം അല്ലേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ പറയാം എന്താണ് റോസ്റ്റർ ഫോം എന്ന്. In roster form, all the elements of the set are listed and the elements are being separated by commas and are enclosed within braces. അതായത് നിങ്ങൾ ഓരോരോ എലമെന്റ്സ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ, അതായത് സെറ്റിന്റെ സിമ്പലിൻ്റെ ഉള്ളിൽ എഴുതിയിട്ട് ഓരോരോ എലമെന്റ്സ് എഴുതുമ്പോഴും കോമയിട്ട് വേർതിരിച്ചിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്ത് ഫോമിലാണ്, സെറ്റ് ബിൽഡർ ഫോമിലാണ്. അപ്പൊ ആ സെറ്റ് ബിൽഡർ ഫോമിലുള്ള സാധനത്തിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുന്നു, റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നമുക്ക് കിടക്കാം. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 8 എന്നാണല്ലോ. അപ്പം നിങ്ങൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പം നിങ്ങളെ ആൻസർ വരുന്നതോ നോക്കൂ. സെറ്റ് 1, 2, 3, 4, 5, 6, 7 ലെസ് ദാൻ 8 എന്നല്ലേ. അപ്പൊ നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലോ 1, 2, 3, 4, 5, 6 അങ്ങനെ വരുന്ന എണ്ണൽ സംഖ്യകളെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലെസ് ദാൻ 8 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 7 വരെ നമുക്ക് എഴുതിയാൽ മതിയല്ലോ അല്ലേ. അപ്പൊ എല്ലാം എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോരോ എലമെന്റ്സ് എഴുതുമ്പോഴും കോമയിട്ട് വേർതിരിച്ച് എഴുതണം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ആൻസറിന് കിട്ടി. 1 മാർക്ക് നിഷ്പ്രയാസം നമുക്ക് എല്ലാവർക്കും കിട്ടി അല്ലേ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. റൈറ്റ് എ സബ്സെറ്റ് ഓഫ് എ കണ്ടെയ്നിങ് ഓൾ ഈവൺ നമ്പേഴ്സ് ഇൻ എ എന്നാണ്. അതായത് എയിലുള്ള സെറ്റിന്റെ സബ്സെറ്റ് എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എല്ലാ സബ്സെറ്റും നമുക്ക് എഴുതേണ്ട, ഒരൊറ്റ
സബ്സെറ്റ് മാത്രമേ അവർ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു സബ്സെറ്റ് എഴുതുക. വെറുതെ ഏതെങ്കിലും ഒന്ന് എഴുതിയാലും പോരാ, ഈവൺ നമ്പേഴ്സ് അടങ്ങുന്ന ഒരു സബ്സെറ്റ് എഴുതണം. അപ്പൊ നിങ്ങൾ ഈവൺ നമ്പേഴ്സ് സബ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഒരു സെറ്റിന്റെ സബ്സെറ്റ് കാണുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് മക്കൾക്ക് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഒരു സെറ്റിൽ 1, 2 ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ സബ്സെറ്റ് എഴുതുമ്പം സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 1, 2 പിന്നെ 5. അതായത് ഈ 4 എണ്ണാണ് അതിന്റെ സബ്സെറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതുന്ന, അതായത് ഏതൊരു സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നതും ആ സെറ്റും 5 എന്ന് പറയുന്ന നൾ സെറ്റും ഉണ്ടാകും. പിന്നെ നമ്മൾ അതിന്ന് 1 at a ടൈം എടുക്കുക, 2 at a ടൈം എടുക്കുക, 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 3 at a ടൈം എടുക്കുക. അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സബ്സെറ്റ് പറഞ്ഞത്. പക്ഷെ ഇവിടെ നോക്കൂ, നിങ്ങൾ 7 എലമെന്റ്സ് ഉണ്ടല്ലോ നമ്മളെ ഫസ്റ്റ് സെറ്റിൽ ഇല്ലേ? അപ്പൊ 7 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ സബ്സെറ്റ് എഴുതുമ്പോൾ നമുക്ക് വലിയ ഒരുപാട് സബ്സെറ്റ്സ് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് എഴുതാൻ എല്ലാം എഴുതി വെക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇപ്പം തന്നെ നിങ്ങൾ നോക്കൂ, വെറും 2 എലമെന്റ്സ് വന്നപ്പോൾ തന്നെ 4 എണ്ണം വന്നു. ഇനി 3 എലമെന്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് 2�3 എന്നത് വരുമ്പോൾ 8 എലമെന്റ്സ് വരും. അപ്പൊ നിങ്ങൾക്ക് 2�7 പറയുമ്പോൾ അത്ര എലമെന്റ്സ് വരില്ലേ? അപ്പൊ നിങ്ങൾക്ക് അങ്ങനത്തെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരില്ല. പക്ഷെ അതിൽ ഒരു സബ്സെറ്റ് എഴുതൂ എന്നേ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അതിലും ഈവൺ നമ്പേഴ്സ് ആയിരിക്കണം. അപ്പൊ ഇവിടെ ഈവൺ നമ്പേഴ്സ് അടങ്ങിയിരിക്കുന്ന സബ്സെറ്റ് ആണ് 2, സെറ്റ് 2, 4, 6. ഓക്കെ, അപ്പോൾ ഓരോരോ നമ്പേഴ്സ് എഴുതുമ്പോഴും നിങ്ങൾ ഇതുപോലെ കോമിട്ട് വേർതിരിച്ച് വൃത്തിയിൽ എഴുതണം. എന്നാൽ മാത്രമല്ല 2, 4, 6 ഒറ്റയടിക്ക് എഴുതി വെക്കരുതേ. അപ്പോൾ അതൊരൊറ്റ എലിമെൻ്റ് ആയിട്ടേ കൂട്ടുള്ളൂ. അപ്പോൾ ഓരോരോ എലിമെൻ്റ് ഇട്ടിട്ട് കോമിട്ടിട്ട് വേർതിരിച്ചിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ആൻസറും കിട്ടി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് could not be the elements of the power set of A. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പവർ സെറ്റ് പറഞ്ഞാൽ എന്താണ്. മക്കൾക്ക് മറന്നു പോയിട്ടുണ്ടോ പവർ സെറ്റ് എന്താണെന്ന്? അതായത് നിങ്ങളിപ്പോൾ എല്ലാ സബ്സെറ്റും എഴുതുമല്ലോ ഒരു സെറ്റിന്റെ, അത് മുഴുവൻ വലിയൊരു സെറ്റിന്റെ അകത്തിട്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഓരോരോ സബ്സെറ്റും നിങ്ങൾ ഫുള്ളായിട്ട് ഒരു സെറ്റിന്റെ അകത്തിട്ടാൽ യു വിൽ ഗെറ്റ് എ പവർ സെറ്റ്. അതിനാണ് പവർ സെറ്റ് എന്ന് പറയാം. അപ്പൊ നമ്പർ ഓഫ് എലിമെന്റ്സിന്റെ പവർ സെറ്റ് കാണാൻ അല്ലെങ്കിൽ സബ്സെറ്റിന്റെ എണ്ണം കാണാനുള്ള ഫോർമുലയാണ് ഇഫ് there are m elements in a set. ഒരു m elements ഒരു സെറ്റിൽ ഉണ്ടെങ്കിൽ സബ്സെറ്റ് കാണാനുള്ള ഫോർമുലയാണ് 2⁻m എന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, സബ്സെറ്റ് കാണാനുള്ള ഫോർമുലയാണ് 2⁻m എന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 4 ആൻസേഴ്സ്, സബ് ആൻസേഴ്സ് തന്നിട്ടുണ്ട്. അതൊന്നും ഒരു ആൻസർ പിക്ക് ചെയ്ത് എഴുതാനാണ് സി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ സി പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ 4 ആൻസേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ആൻസർ 2, സെക്കൻഡ് ആൻസർ 8, തേർഡ് ആൻസർ 10 ആൻഡ് ദ ഫോർത്ത് ആൻസർ 16. നിങ്ങളൊന്ന് നോക്കിക്കോളൂ, ഫസ്റ്റ് ആൻസർ 2 എന്നത് 2ന്റെ ഒരു പവർ ആണോ? ആണ് അല്ലേ? 2⁻1 ആണ്. സെക്കൻഡ് നമ്പർ ആയ 8 വരുന്നത് 2ന്റെ പവർ ആണോ? ആണ്. 2⁻3 ആണ്. ഫോർത്ത് ആൻസർ ആയ 16 വരുന്നത് 2ന്റെ പവർ ആണോ? ആണ്. 2⁻4 ആണ്. പക്ഷേ മൂന്നാമത്തെ ആൻസർ ആയ 10 എന്ന് വരുന്നത് 2ന്റെ മാത്രം പവർ അല്ലല്ലോ, 2 × 5 അല്ലേ നമുക്ക് 10 വരുന്നത്. അപ്പൊ ഇതിൽ വരാത്ത കുഡ് നോട്ട് ബി എന്ന ചോദ്യം. അപ്പൊ പവർ സെറ്റിൽ വരാത്ത ഈ ഒരു സംഭവത്തിൽ, അതായത് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ റിലേറ്റഡ് അല്ല, പവർ സെറ്റിൽ വരാത്ത എലമെന്റ്സ് ഒരു സെറ്റിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആ 4 എണ്ണത്തിൽ ഏതാണ് മാച്ച് ചെയ്യാത്തത്? 10 അല്ലേ? അപ്പൊ നിങ്ങൾ ആൻസർ 10. അപ്പൊ എല്ലാവർക്കും ഈ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ മനസ്സിലായിരിക്കും എന്ന് കരുതുന്നു. അതിൽ 3 സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. 3 എണ്ണത്തിന്റെ ആൻസറും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ? അപ്പൊ ശ്രദ്ധിച്ചോളൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു വെൻ ഡയഗ്രാം ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വെൻ ഡയഗ്രാം അറിയാലോ. ആ റെക്ടാംഗിൾ ഷേപ്പ് പുറത്തുണ്ടാവും, അകത്ത് സർക്കിൾസ് ഒക്കെ ഉണ്ടാവും, അതിലെ എലമെന്റ്സ് ഒക്കെ അങ്ങനെ എഴുതും. അതിനെയാണ് നമ്മൾ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. പുറത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതാ ക്യാപിറ്റൽ യു എന്നുള്ള ഒരു ലെറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ അതാണ് നമ്മൾ വെൻ ഡയഗ്രാം പറയുന്നത്. അപ്പൊ വെൻ ഡയഗ്രാം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി ചോദ്യങ്ങൾ വളരെ എളുപ്പമാണ്. ഈ ചോദ്യത്തിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഓൾ ദ എലമെന്റ്സ് ഇൻ ദ യൂണിവേഴ്സൽ സെറ്റ് എന്നാണ്. യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ അംഗങ്ങളെയും എടുത്തെഴുതൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന റൈറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം എന്നാണ്. അതായത് എയിലെ എല്ലാ അംഗങ്ങളും ബിയിലെ എല്ലാ അംഗങ്ങളും റോസ്റ്റർ ഫോമിൽ എഴുതൂ.
മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്ന ഒരു വേരിഫിക്കേഷൻ ആണ്. വേരിഫൈ എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു എ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് 3 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞാൽ ആ റെക്ടാങ്കിളിന്റെ അകത്ത് വന്നിരിക്കുന്ന എല്ലാ എലമെന്റ്സും ആ സെറ്റിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആണ്. അതായത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ എലമെന്റ്സും നിങ്ങൾ ആ റെക്ടാങ്കിളിന്റെ അകത്തുള്ള ഫുൾ എലമെന്റ്സിനെയും പിക്ക് ചെയ്ത് എഴുതുക. അത് എഴുതുമ്പോൾ നിങ്ങൾ കോമിട്ട് വേർതിരിച്ച് എഴുതണം. ഓക്കെ, അപ്പൊ ഞാനൊന്ന് ആൻസർ വായിക്കുകയാണ്. യു ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 എല്ലാ എലമെന്റ്സിനെയും നമ്മൾ കോമിട്ട് വേർതിരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ആൻസർ കിട്ടിയല്ലോ. യൂണിവേഴ്സൽ സെറ്റ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തി. ഇനി എയിലുള്ള അംഗങ്ങൾ മാത്രം എഴുതൂ എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ എ എന്നുള്ള നിങ്ങൾ ആ സർക്കിൾ ഏത് സർക്കിളിലാണ് ആ എ എന്നത് വന്നത് നോക്കുക. അതിലുള്ള എല്ലാ അംഗങ്ങളെയും നമ്മൾ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് എഴുതുക. അത്രയേ പണിയുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് അംഗങ്ങൾ നോക്കിക്കോളൂ. എ ഈസ് ഈക്വൽ ടു 1 3 4 and 8 കിട്ടിയില്ലേ? നെക്സ്റ്റ് ബിയിലുള്ള എല്ലാ അംഗങ്ങളെയും എഴുതൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബി ഈസ് ഈക്വൽ ടു 2 3 5. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ എഴുതി ചോദിക്കണം കേട്ടോ മക്കളെ. അപ്പൊ ബിയിലുള്ള എല്ലാ അംഗങ്ങളും എഴുതി. അപ്പൊ എയും കിട്ടി ബിയും കിട്ടി. അപ്പൊ നിങ്ങൾ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നെ തേർഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് മൂവ് ചെയ്യാം. തേർഡ് പാർട്ട് എന്താ പറയുന്നത്? വെരിഫൈ ചെയ്യാനാണ്. എന്താണ് ഈ എ മൈനസ് ബി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? എ മൈനസ് ബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയിൽ ഉണ്ടാകും വേണം, ബിയിൽ ഉണ്ടാവും ചെയ്ത്. അപ്പൊ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഈസിയാണ് എയിലും ബിയിലുള്ള കോമൺ എലിമെന്റ്സിന് അങ്ങോട്ട് പിക്ക് ചെയ്യുക. ആ കോമൺ എലിമെന്റിന് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. ബാക്കിയുള്ള എലിമെന്റ് എയിൽ വരുന്നതാണ് എ മൈനസ് ബി. ഇനിയിപ്പോ സപ്പോസ് നിങ്ങൾക്ക് ബി മൈനസ് എ ആണ് കാണാൻ പറഞ്ഞെങ്കിലോ എയിലും ബിയിലും ഉള്ള കോമൺ എലിമെന്റ്സിനെ അങ്ങോട്ട് മാറ്റി നിർത്തുക. ബിയിലുള്ള ബാക്കി വരുന്ന എലിമെന്റ്സിനെ മാത്രം പിക്ക് ചെയ്ത് അങ്ങോട്ട് എഴുതിയാൽ മതി. വളരെ എളുപ്പമല്ലേ ഇതൊക്കെ? അപ്പൊ എ മൈനസ് ബി ആണ് നമ്മൾ ഇപ്പം എഴുതാൻ പോകുന്നത്. എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ ഉണ്ടാകും വേണം, ബിയിലും ഉണ്ടാകും ചെയ്യരുത്. അപ്പൊ കോമൺ എലിമെന്റ്സിന് അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. കോമൺ എലിമെന്റ് അവിടെ ഏതാ കിടക്കുന്ന? 3 അല്ലേ കോമൺ എലിമെന്റ് കിടക്കുന്ന? ആ 3 അങ്ങോട്ട് മാറ്റി വെച്ചോളൂ. ആ കോമൺ എലിമെന്റിനെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് ആണ്. അതായത് ഏതൊക്കെയാ വരുന്നത്? സെറ്റ് 1 4 8. എ മൈനസ് ബി കിട്ടിയല്ലോ. ഇനി നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ആണ് കാണുന്നത്. എന്താണ് ഈ എ ഇന്റർസെക്ഷൻ ബി? എയിലും ബിയിലും അടങ്ങിയിരിക്കുന്ന എലമെന്റ്സ്, അതായത് ഫുൾ 2 സെറ്റിലും കോമൺ ആയിട്ട് ഏത് എലമെന്റ് വരുന്നു? ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി. അപ്പം എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പം ഇവിടെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഏത് നമ്പറാണ് വന്നിരിക്കുന്നത് നോക്കിക്കോളൂ. സെറ്റ് 3 മാത്രമല്ലേ? 3 മാത്രമല്ലേ ഇവിടെ കോമൺ ആയിട്ട് വന്നുള്ളൂ. അപ്പൊ 3 മാത്രം എഴുതി. ഇനി ഈ 2 സെറ്റിന്റെയും യൂണിയൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ഒന്നും കൂടെ വായിച്ചു നോക്കൂ. വെരിഫൈ എ മൈനസ് ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ ബി. എ മൈനസ് ബി നമ്മൾ കണ്ടുപിടിച്ചു, എ ഇന്റർസെക്ഷൻ ബി നമ്മൾ കണ്ടുപിടിച്ചു. ഈ 2 സെറ്റിന്റെയും കൂടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മൊത്തം അങ്ങോട്ട് കൂടിച്ചേരുക അല്ലേ? അപ്പം ഫുൾ സെറ്റ് ആ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ അങ്ങോട്ട് എഴുതി വെക്കുക. അപ്പം ആ ഫുൾ എലമെന്റ്സിനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സെറ്റ് 1 3 4 8. നിങ്ങൾക്ക് ആൻസർ കിട്ടി. നിങ്ങൾ നോക്കൂ, ഈ കിട്ടിയ ആൻസർ നിങ്ങൾ എക്ക് മാച്ച് ആണോ എന്ന് നോക്കൂ. നിങ്ങൾ എ ഫസ്റ്റ് നിങ്ങൾ എഴുതി വെച്ചില്ലേ? ആ എ എന്ന അതേ ആൻസർ തന്നെയാണോ ഇവിടെ കിട്ടിയിരിക്കുന്നത്? അതെ, 2 ആൻസറും സെയിം ആണ്. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈക്വൽ ടു എ എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മള് സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ തേർഡ് സബ്സെക്ഷനും നമ്മൾ എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു. വളരെ എളുപ്പമായിട്ട് ആൻസർ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. നമുക്കൊന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ. ഇഫ് യു ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9 10 11 12. A is equal to set 2 7 9 10 and B is equal to 5 9 10 12.
and C is equal to 1, 4, 5, 7, 11. നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന find a dash. Second question b minus a dash. Third question a union b whole dash. And the last question a dash intersection b dash. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം എ ഡാഷ് എന്നത് ഞാനൊന്ന് ജസ്റ്റ് മക്കൾക്ക് പറഞ്ഞുതരാം, മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂണിവേഴ്സൽ സെറ്റ് എന്താ മക്കൾക്ക് അറിയല്ലോ, കാരണം ആ റെക്റ്റാങ്കിളിനകത്ത് വരുന്ന എല്ലാ എലമെന്റ്സും എഴുതിയതിനല്ലേ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് പറഞ്ഞു. അതായത് വലിയ സെറ്റ്, എപ്പോഴും നിങ്ങൾക്ക് ഒരു വലിയൊരു സെറ്റ് തരും. ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പം ഈ എ ഡാഷ് അഥവാ എ കോംപ്ലിമെന്റ് കാണണമെങ്കിൽ മക്കൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞാല് എക്സ് എലമെന്റ് ഓഫ് യു വേണേനും പക്ഷെ എക്സ് നോട്ട് ആൻ എലമെന്റ് ഓഫ് എ വേണേനും. അതായത് എയിൽ ഉണ്ടാകാനും പാടില്ല, യുല് ഉണ്ടാകും വേണം. അതായത് എന്നുള്ള എലമെന്റ്സിനെ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന യുലുള്ള എലമെന്റ്സിനെ പറയുന്ന പേരാണ് നമ്മൾ എ ഡാഷ് അഥവാ എ കോംപ്ലിമെന്റ് എന്നത്. സംശയമില്ലല്ലോ. അപ്പൊ നമുക്കൊന്ന് അതിലേക്ക് കിടക്കാം കേട്ടോ. അപ്പം എ ഡാഷ് എന്നത് നിങ്ങൾ യു എന്നുള്ള സെറ്റ് നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങൾ എ എന്നുള്ള സെറ്റ് നോക്കിക്കോളൂ. ആ എയിലുള്ള അംഗങ്ങളെ മൊത്തം ഒഴിവാക്കിയിട്ട് ബാക്കി യുല് വരുന്ന എല്ലാ എലമെന്റ്സിനെയും എടുത്ത് എഴുതുക. അപ്പൊ ഏതൊക്കെയാണ് നമ്മളെ നമ്പേഴ്സ്? നമ്മളെ എ ഡാഷ് അഥവാ എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു സെറ്റ് 1, 3, 4, 5, 6, 8, 11, and 12. അപ്പോൾ ആ എലമെന്റ്സ് എല്ലാം അടുത്ത് എഴുതി. നിങ്ങൾക്ക് എ ഡാഷ് കിട്ടിയല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ബി മൈനസ് എ ഹോൾ ഡാഷ്. അപ്പൊ ആദ്യം നിങ്ങൾ ബി മൈനസ് എ കണ്ടുപിടിക്കണം. ബി മൈനസ് എ കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു തന്നു, ബിയിൽ ഉണ്ടാകും വേണം, എയില് ഉണ്ടാകും ചെയ്യരുത്. അപ്പൊ നിങ്ങൾ കോമൺ എലിമെന്റ്സ് പിക്ക് ചെയ്തിട്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ബിയിൽ വരുന്നതിന് എഴുതി കൊടുത്താൽ മതി. ഇത്രേതൊക്കെ പണിയുള്ളൂ കേട്ടോ. അപ്പൊ ബി മൈനസ് എ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ബി മൈനസ് എ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്ത് കിട്ടി? 5, 12 എന്ന് കിട്ടി. പക്ഷെ അതിന്റെ കോംപ്ലിമെന്റ് എടുക്കൂ അല്ലെങ്കിൽ അതിന്റെ ഡാഷ് എടുക്കൂ എന്നാണ് ചോദ്യം. അപ്പം ഇവിടെ നേരെ നിങ്ങൾ എവിടെ പോകണം? അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് പോകണം. അത് നീ 5ഉം 12ഉം മാറ്റി നിർത്തി ബാക്കിയുള്ള യൂണിവേഴ്സൽ സെറ്റിലെ എല്ലാ എലമെന്റ്സിനെയും എഴുതി വെക്കുക. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് വരുന്നുണ്ട് നമുക്ക്? സെറ്റ് 1, 2, 3, 4, പിന്നെ 5 എഴുതരുത്, 5 നമ്മള് കണ്ടുവെച്ചേലുണ്ട്. അപ്പൊ 6, 7, 8, 9, 10, 11, പിന്നെ 12ഉം എഴുതരുത്. അപ്പൊ നമ്മൾ ആൻസർ ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. 1, 2, 3, 4, 6, 7, 8, 9, 11 സെറ്റ് ക്ലോസ് ചെയ്യുക. അപ്പൊ നമ്മൾ ബി മൈനസ് എ ഹോൾ ഡാഷ് കിട്ടി. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്? എ യൂണിയൻ ബി ഹോൾ ഡാഷ്. അപ്പൊ നിങ്ങൾ എ യൂണിയൻ ബി കണ്ടുപിടിക്കുക. എ യൂണിയൻ ബി പറഞ്ഞാൽ എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എഴുതുക. ഓക്കെ. അപ്പൊ എയിലും ബിയിലും വരുന്ന എല്ലാ എലമെന്റ്സിനും പിക്ക് ചെയ്ത് എഴുതിക്കോളൂ. അപ്പൊ എ യൂണിയൻ ബി ആണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്നത്. അപ്പൊ എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 2, 5, 7, 9, 10, 12. കിട്ടിയല്ലോ. ഇനി അതിന്റെ ഡാഷ് കാണൂ. ഡാഷ് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു നേരെ യൂണിവേഴ്സൽ സെറ്റ് പോവുക. യൂണിവേഴ്സൽ സെറ്റിൽ ഈ നമ്പേഴ്സിനെ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിനെ എഴുതുക. അപ്പൊ ബാക്കിയുള്ള ആൻസർ എന്തായിരിക്കും വരിക? എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്നത് ആൻസർ സെറ്റ് 1, 3, 4, 6, 8, 11 സെറ്റ് ക്ലോസ് ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാ ആൻസറും കിട്ടി. ഇനി ഇതിൽ തന്നെ ഒരു ഡി പാർട്ടും കൂടിയുണ്ട്. എന്താണ് ഈ ഡി പാർട്ട് എന്ന് പറയുന്നത്? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പൊ എന്താണ് ഈ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്? നിങ്ങൾ എ ഡാഷ് ആദ്യം കണ്ടുപിടിക്കണം, നിങ്ങൾ ബി ഡാഷ് കണ്ടുപിടിക്കണം. ഈ രണ്ട് ആൻസറിന്റെയും കൂടെ ഇന്റർസെക്ഷൻ കാണണം.
അതാണ് ഈ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ ഡാഷ് കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മൾ വേഗം പഠിച്ചു കഴിഞ്ഞു, കുറെ 2-3 ക്വസ്റ്റ്യൻസ് ആയി നമ്മൾ ചെയ്യുന്നു. അപ്പൊ എ ഡാഷ് പെട്ടെന്ന് മക്കൾ തന്നെ ആൻസർ പറഞ്ഞോളൂ. നീ എ ഡാഷ് ഇസ് ഈക്വൽ ടു, അതായത് യുയിലുള്ള എലമെന്റ്സ് നോക്കുക, എയിലുള്ള എലമെന്റ്സ് നോക്കുക, എയിലുള്ള എലമെന്റ്സിനെ അങ്ങോട്ട് മാറ്റി വെച്ച് ബാക്കി യുയിൽ വരുന്ന എലമെന്റ്സ് എഴുതുക. ബി ഡാഷ് എന്ന് പറയുമ്പോൾ യു നോക്കണം, ബി നോക്കണം, ബിയിലുള്ള എലമെന്റ്സിനെ മാറ്റിവെച്ച് ബാക്കി വരുന്ന യുയിലുള്ള എലമെന്റ്സ് എഴുതുക. അപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് ആൻസറിലേക്ക് പോവാം. സെറ്റ് 1, 3, 4, 5, 6, 8, 11, 12. That is your A dash. And the next one is B dash. B dash means set 1, 2, 3, 4, 6, 7, 8, and 11. ഈ രണ്ടിന്റെയും കൂടെ ഇന്റർസെക്ഷൻ ആണ് നിങ്ങളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയല്ലോ, എയിലുള്ള അംഗങ്ങളും ബിയിലുള്ള അംഗങ്ങളിലും കോമൺ വരുന്നത് ആരാണോ അവയെ പിക്ക് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ. അപ്പം ഇന്റർസെക്ഷന്റെ ഡെഫിനിഷൻ ഒക്കെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആ ക്ലാസ്സിലേക്ക് ഒന്നും അങ്ങോട്ട് കിടക്കുന്നില്ല. മക്കള് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അറിയാത്ത എന്തെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടിട്ട് ചോദിച്ചോളൂ കേട്ടോ. അപ്പൊ അത് മിസ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ രണ്ട് സാധനത്തിന്റെ ഇന്റർസെക്ഷൻ പറയുമ്പോൾ ആ കോമൺ എലിമെന്റ്സ് ഒന്ന് പിക്ക് ചെയ്ത് എഴുതിക്കോളൂ. ഏതാണ് ഈ കോമൺ എലിമെന്റ്സ് എന്ന് പറയുന്നത്? സെറ്റ് 1, 3, 4, 6, 8, 11. അപ്പൊ നിങ്ങളെ ആൻസർ കിട്ടി. മക്കൾ ഒന്ന് നോക്കിക്കോളൂ, ഈ ക്വസ്റ്റ്യൻ സിന്റെയും ക്വസ്റ്റ്യൻ ഡിന്റെയും ആൻസർ ഒരേ ആൻസർ ആണോ എന്ന്. പക്ഷെ അത് നമ്മളോട് വെരിഫൈ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാണ് കുട്ടികൾക്ക്. സി എന്ന ക്വസ്റ്റ്യനും ഡി എന്ന ക്വസ്റ്റ്യനും ഒരേ ആൻസർ ആണോ നിങ്ങൾക്ക് കിട്ടിയത്? ഒന്ന് ചെക്ക് ചെയ്യോ. ശരിയല്ലേ? ഒരേ ആൻസർ അല്ലേ വന്നത്, സിയും ഡിയും അല്ലേ? അപ്പൊ നമുക്കൊരു ഡി മോർഗൻസ് ലോ എന്ന് പഠിക്കുന്നുണ്ട്. അത് നിങ്ങളെ ടീച്ചേഴ്സ് ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ടാവും. അതിൽ വന്ന പ്രോബ്ലംസ് ചിലപ്പോൾ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതായത് എ യൂണിയൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷിന് ഈക്വൽ ആണ്. അതാണ് ഡി മോർഗൻസ് ലോ. ഇതന്നെ തിരിച്ചും നമുക്ക് പറയാം. ഡി മോർഗൻസ് ലോയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറയുന്നത് എ ഡാഷ് യൂണിയൻ ബി ഡാഷിന് ഈക്വൽ ആണ്. അപ്പോൾ രണ്ട് ആൻസറും സെയിം ആണ്. അപ്പൊ നിങ്ങളിപ്പോൾ സിയും ഡിയും കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയില്ലേ ഇപ്പം അത്. അപ്പൊ അതേപോലെ തിരിച്ചും വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. അപ്പൊ അത് നീറ്റായിട്ട് എക്സാമിന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പം 4th ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചോളൂ. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ഇന്റർവെൽ ഫോം. ഇന്റർവെൽ ഫോമിൽ നിങ്ങളോട് ആൻസർ എഴുതാനാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെറ്റ് ബിൽഡർ ഫോമിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഇന്റർവെല്ലിലേക്ക് എഴുതുന്നു. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെറ്റ് എക്സ് സച്ച് ദാറ്റ് X is an element of R. അത് വായിക്കുന്ന രീതി അങ്ങനെയാണ്. ആ രണ്ട് ഡോട്ടിനൊക്കെ സച്ച് ദാറ്റ് എന്നാണ് വായിക്കുക. പിന്നെ ആ ഒരു സിമ്പിൾ ഇല്ലേ, എപ്സിലോൺ എന്നുള്ള സിമ്പിൾ, ഒരു ഇ എന്ന് എഴുതിയ പോലത്തെ ഒരു സിമ്പിൾ, അത് എന്താണ്? എലമെന്റ് ആണ് വായിക്കുക. അപ്പം നിങ്ങൾക്ക് അത് വായിക്കാനൊക്കെ അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് an element of R, -4 less than x less than or equal to 6 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങളൊന്ന് ആ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിക്കണം. -4ന്റെ അവിടെ വെറും ലെസ് ദാൻ എന്നേ ഉള്ളൂ. പക്ഷെ എക്സ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നാണ്. അപ്പൊ നമ്മൾ ഇന്റർവെൽ എങ്ങനെയാണ് എഴുതുക? നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. ആ ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 4 എന്ന നമ്പർ അവിടെ ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ 6 എന്ന് വന്നതോട് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്നല്ലേ. അപ്പൊ ആ 6 അവിടെ ഇൻക്ലൂഡഡ് ആണ്. ഒരു നമ്പർ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ബ്രാക്കറ്റ് ആണ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ യു ആർ പുട്ടിംഗ് ഓപ്പൺ ബ്രാക്കറ്റ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനില് -4 എന്ന നമ്പർ ഇൻക്ലൂഡഡ് അല്ല. അപ്പം ഓപ്പൺ ബ്രാക്കറ്റ് -4, 6 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടുന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇന്റർവെൽ ഫോമിൽ ആൻസർ എഴുതുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത് തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആൻസർ പറയാൻ പറ്റും. സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് an element of R,
3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്നാണ്. അപ്പൊ രണ്ട് ഭാഗത്തും നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആ ഈക്വൽ സൈൻ, അടിയിൽ ആ ലെസ് ദാൻ കഴിഞ്ഞിട്ട് ഒരു വര കാണുന്നില്ലേ? അപ്പൊ ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതിന് ആ ഈക്വൽ സൈൻ ഇല്ലേ? അപ്പൊ 3ഉം 4ഉം ഇൻക്ലൂഡഡ് ആണ് എന്നല്ലേ ഇതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ആ 3,4 എന്നുള്ളതിനെ എന്ത് ബ്രാക്കറ്റ് വെച്ച് ഡിനോട്ട് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റ് വെച്ച് ഡിനോട്ട് ചെയ്യണം. അതായത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് 3,4 എന്ന് നമ്മൾ എഴുതുന്നു. അപ്പൊ മനസ്സിലായല്ലോ ഇത്? അതായത് ഈ 3ഉം 4ഉം അവിടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതിന്റെ നടുക്ക് വരുന്ന ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടോ, 3ന്റെ 4ന്റെ ഇടയിൽ ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ട്, അത് മുഴുവൻ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ആ 3ഉം 4ഉം ആ ബോർഡർ ലൈൻ പോലും ഇൻക്ലൂഡഡ് ആണ് എന്ന് കാണിക്കുന്നതാണ് ആ സ്ക്വയർ ബ്രാക്കറ്റ്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഓപ്പൺ ബ്രാക്കറ്റും സ്ക്വയർ ബ്രാക്കറ്റിന്റെയും ഐഡിയ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാലും മക്കള് ഒരു പേടിയും കൂടാതെ ആൻസർ എഴുതിക്കോളൂ കേട്ടോ. സപ്പോസ് നിങ്ങൾക്ക് ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം. രണ്ട് ഭാഗത്തും നമ്പർ ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ, അതായത് ഇപ്പൊ ഞാൻ വേറെ 2-3 എക്സാമ്പിൾസ് മക്കൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആണ്. അപ്പൊ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ 2 വന്നിട്ടില്ല. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യണം? അവിടെ 2,3 എന്ന് എഴുതിയിട്ട് ഓപ്പൺ ബ്രാക്കറ്റ് എഴുതിയാൽ മതി. അപ്പൊ ഈ ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ്ഡ് ബ്രാക്കറ്റും നിങ്ങൾക്ക്, പക്ഷെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് നേരെ റിവേഴ്സ് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഈ ബ്രാക്കറ്റ് തരും, എന്നിട്ട് എഴുതാൻ പറയും സെറ്റ് ബിൽഡർ ഫോമിലേക്ക്. അതായത് ഇപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ, ഓപ്പൺ ബ്രാക്കറ്റ് 2,3. അപ്പൊ നിങ്ങൾ എങ്ങനെ തിരിച്ചെഴുതും? അത് സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് ആർ, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3. സംശയമില്ലല്ലോ. അപ്പം തിരിച്ചുള്ള റിവേഴ്സ് അപ്ലിക്കേഷനിലും ക്വസ്റ്റ്യൻസ് വരാം. സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് ഇന്റർവെല്ലിലേക്ക് എഴുതാനും, ഇന്റർവെൽ തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാനും ഏത് രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ അതും എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു കരുതുന്നു. അപ്പൊ നമ്മൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ 2 ഭാഗമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്, സെറ്റ് എന്ന ഭാഗം. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ എല്ലാ ചോദ്യ പേപ്പറിലും പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പൊ പാർട്ട് 2 എന്ന ഭാഗവും നിങ്ങളൊന്ന് സെറ്റിന്റെ ഭാഗം ഒന്ന് കാണണം, നിർബന്ധമായിട്ടും കാണണം. അതെല്ലാ ക്വസ്റ്റ്യനും മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങളെ +1 എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല, നിങ്ങളെ കുടുംബത്തിലോ ആരുണ്ടെങ്കിലും അവർക്ക് +1 കുട്ടികൾക്ക്, കാരണം എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ആശ്രയിച്ച് പഠിക്കുന്നവരല്ലേ. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മുഴുവൻ എല്ലാ കുട്ടികൾക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാ കുട്ടികളും നമ്മൾ മാത്സ് ഒരു ഈസി സബ്ജക്റ്റ് ആയിട്ട് മാറ്റേണ്ട രീതിയിലേക്ക് മുൻപോട്ട് പോവുക. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറന്നു പോവാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കണം, മറന്നു പോകരുത്. അപ്പൊ എല്ലാവരോടും വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് ബൈ ബൈ.